നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതായത് ഒരു മോളിക്യൂള് തന്നിട്ട് ആ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ കാൽക്കുലേഷനാണ്. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഒരു മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു മോളിക്യൂളിന്റെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ കാൽക്കുലേഷനാണ്. ക്വസ്റ്റ്യനകത്ത് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാലോ ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാലോ നമ്മൾ ഇപ്പം പറയുന്ന സെയിം ഇക്വേഷൻ വെച്ചാണ് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. കാരണം ക്വസ്റ്റിനകത്ത് മിക്കവാറും ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ് വരുന്നത്. ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. GMM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. മോളിക്യൂളിന്റെ മാസ് ഇൻ ഗ്രാം വാല്യൂ എവിടെ തരും? ക്വസ്റ്റ്യനിൽ തരും. ക്വസ്റ്റ്യനിൽ തന്ന മാസ് ഇൻ ഗ്രാം വാല്യൂവിനെ ആ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് ഇൻ ഗ്രാം വാല്യൂവിനെ ആ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചു എങ്ങനെയാ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തരും. ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ക്ലിയർ ആയി. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്ലിയർ ആയി, സംശയം വരില്ല. ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് ചോദിച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഇക്വേഷൻ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തരും, ഗ്രാം മോളിക്കുലാർ മാസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ക്ലിയർ ആയി. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിനെ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 into 10⁻23. ഈ രണ്ട് ഇക്വേഷൻ എളുപ്പം ഒന്ന് കാണാതെ പറഞ്ഞേ. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം divided by gram molecular mass. Number of molecules equal number of gram molecular mass into Avogadro number. Avogadro number ആണ് 6.022 into 10⁻23. Clear ആയി. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ ബേസ് ചെയ്ത
നമുക്കിത് രണ്ട് പ്രോബ്ലം എന്ത് ചെയ്യണം. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യിപ്പിക്കാം. കാരണം ഈ പ്രോബ്ലംസ് മിക്കവാറും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള പോർഷനാണ്. നിങ്ങൾ ഞാൻ ഈ പറയുന്ന മെത്തേഡില് ആദ്യം ഇക്വേഷൻ കാണാതെ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷന്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം നമ്മുടെ ഗ്രൂപ്പിൽ തരുന്ന അതുപോലെ അങ്ങ് പഠിച്ചാൽ മതി. സെയിം പ്രോബ്ലംസ് ഒക്കെയാണ് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം. ഓക്കെ. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാവേ. How many gram molecular mass? How many gram molecular mass are present in 90 gram water? 90 gram വാട്ടറിനകത്ത് എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ഉണ്ട് എന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് തന്നെയാണ് അതിന്റെ മീനിങ്. 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ ആദ്യം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഇൻ ഗ്രാം. മാസ് ഇൻ ഗ്രാം എന്ന് പറഞ്ഞാൽ 90 ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. കാരണം വാട്ടറിന്റെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാസ് ഇൻ ഗ്രാം വാല്യൂ 90 ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. And also calculate the number of molecules present in it. എന്തും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 90 ഗ്രാം വാട്ടറിനകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ആ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസും അടുത്ത സ്റ്റെപ്പിലെ നമ്പർ ഓഫ് മോളിക്യൂൾസും കാൽക്കുലേറ്റ് ചെയ്യാം. നയൻറ്റി ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ടറിന്റെ ഫോർമുലയാണ് H2O. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാ? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇവിടെ ആറ് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ടറിന്റെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. GMM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്നാണ്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര ഗ്രാം എന്നാ? 90 ഗ്രാം വാട്ടർ എന്നാണ്. നമുക്ക് മാസ് ഇൻ ഗ്രാം വാല്യൂ എത്ര കൊടുക്കാം? 90 ഗ്രാം എന്ന് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എവിടെ തരത്തില്ല? ക്വസ്റ്റ്യനിൽ തരത്തില്ല. അത് നമ്മളായിട്ട് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. വാട്ടറിന്റെ ഫോർമുല H2O, അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 2 ഹൈഡ്രജന്റെ അറ്റോമിക് മാസിന്റെ കൂടെ 1 ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 2 ഹൈഡ്രജന്റെ അറ്റോമിക് മാസിന്റെ കൂടെ 1 ഓക്സിജന്റെ അറ്റോമിക് മാസിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1. ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം. 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് കിട്ടണമെങ്കിൽ 1 into എത്രയാണ്? 2. ക്ലിയർ ആയി. 2 ഹൈഡ്രജന്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. 1 into 2 പ്ലസ്
ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരു ഓക്സിജൻ ആറ്റം. ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. ഒരു ഓക്സിജൻ തന്നെ ഉള്ളൂ. 16 ഇൻറ്റു എത്രയാണ്? 1. 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 പ്ലസ് 16 ഇൻറ്റു 1 എത്ര? 16. 2 പ്ലസ് 16 ഈക്വൽ എത്രയാണ്? 18. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 18 ഗ്രാം. എത്ര ഗ്രാം ആണ്? 18 ഗ്രാം. പിന്നെ നമ്മുടെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. മാസ് ഇൻ ഗ്രാം വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതി 90 ഗ്രാം ഡിവൈഡഡ് ബൈ വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എത്ര? 18 ഗ്രാം. 90 ഗ്രാം ഡിവൈഡഡ് ബൈ 18 ഗ്രാം. 90 ഡിവൈഡഡ് ബൈ 18 നമുക്ക് ആൻസർ കിട്ടുന്നത് എത്ര? 5. വാട്ടർ 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 5 gmm. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 5 ഗ്രാം മോളിക്കുലാർ മാസ്. ഈ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ 5 കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ ആയിട്ടുള്ള 5നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എത്രയാണ്? 5. ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂനെ അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എത്രയായിരുന്നു? 5. 5നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 ഇൻറ്റു 10⁻23 കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 6.022 നോക്കുക. 10⁻23 അവിടെ അങ്ങനെ കിടന്നോട്ട് അത് എടുക്കുകയും വേണ്ട. 5 ഇൻറ്റു 6.022 നോക്കുക. 5 ഇൻറ്റു 6.022 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 30.11. 30.11 ആണ്. 5 ഇൻറ്റു 6.022 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 30.11. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തോളൂല്ലോ. ബാലൻസ് ഇവിടെ എന്തുണ്ട്? 10⁻23 ഉണ്ട്. 30.11 ഇൻറ്റു എന്താണ്? 10⁻23 എന്ന് കിട്ടും. 90 ഗ്രാം വാട്ടറിനകത്തുള്ള എന്തിന്റെ എണ്ണമാണ്? മോളിക്യൂൾസിന്റെ എണ്ണം. 30.11 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. 90 ഗ്രാം വാട്ടറിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 5. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ കണ്ടുപിടിച്ചു 30.11 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. അതിന്റെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ ക്ലിയർ ആയി. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നതാണ്
6.022 into 10⁻23. ഇത്തരം പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതുപോലെ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ എന്ത് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോളിക്യൂൾസും കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യന് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യനോട് നിങ്ങൾ എന്ത് ചെയ്യണം. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് ആൻസർ ചെയ്യാൻ തുടങ്ങാവേ. ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് ആർ പ്രസന്റ് ഇൻ 360 gram glucose? How many gram molecular mass are present in 360 gram glucose? എന്ന് പറഞ്ഞാൽ 360 gram ഗ്ലൂക്കോസിനകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 360 gram ഗ്ലൂക്കോസിനകത്ത് പ്രസന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നു 360 ഗ്രാം ഗ്ലൂക്കോസ്. അതായത് മാസ് ഇൻ ഗ്രാം വാല്യൂ എത്ര? 360 ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഗ്ലൂക്കോസിന്റെ ഫോർമുലയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, C6H12O6. എന്നിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു കാര്യം മറക്കരുത്, ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻ നോക്കി. ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഇറ്റ്. അതിൽ നിന്ന് നമ്മൾ എന്തും കാൽക്കുലേറ്റ് ചെയ്യണം, നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസും കാൽക്കുലേറ്റ് ചെയ്യുക, നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. ഗ്ലൂക്കോസിന്റെ ഫോർമുലയാണ് C6H12O6. C6H12O6. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ ഇക്വേഷൻ എടുത്തു, മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇവിടെ 6 ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ എടുക്കേണ്ടത്, ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എടുക്കണം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം divided by gram molecular mass of glucose. Mass in gram value ക്വസ്റ്റ്യനിൽ തന്നു 360 gram glucose. പിന്നെ mass in gram നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കിട്ടി 360 gram divided by gram molecular mass of glucose. ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഗ്ലൂക്കോസിന്റെ ഫോർമുല ഉപയോഗിച്ച്. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താ? C6H12O6. ഗ്ലൂക്കോസിനകത്ത് 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും 6 ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാണണമെന്നുണ്ടെങ്കിൽ 6 കാർബൺ ആറ്റത്തിന്റെ മാസിന്റെ കൂടെ, അതായത് 6 കാർബൺ ആറ്റത്തിന്റെ അറ്റോമിക് മാസിന്റെ കൂടെ 12 ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസും
6 ഓക്സിജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്ത എടുത്തതാ. ശ്രദ്ധിച്ചിരുന്നു ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം. ഒരു കാർബണിന്റെ അറ്റോമിക് മാസിന്റെ വാല്യൂ 12. ഒരു കാർബൺ അറ്റോമിക് മാസ് എത്ര? 12. അങ്ങനെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം. 12 into 6 പ്ലസ് ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്ര? 1. അങ്ങനെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ. 12 ഹൈഡ്രജൻ അറ്റോമിക് മാസ് ആവും 1 into 12. ക്ലിയർ ആയി? ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അങ്ങനെ 12 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അറ്റോമിക് മാസ് ആണ് 1 into 12 പ്ലസ് എത്ര ഓക്സിജൻ അറ്റോമിക് മാസ് എടുക്കണം? 6 ഓക്സിജന്റെ അറ്റോമിക് മാസ് എടുക്കണം. ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? 6 ഓക്സിജൻ. 16 into 6. ക്ലിയർ ആയി? നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 12 into 6 എത്ര? 72 പ്ലസ് 1 into 12 12 പ്ലസ് 16 into 6 96. 72 പ്ലസ് 12 പ്ലസ് 96. ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 180. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ചെയ്ത് കൊടുക്കണം, ഗ്രാം കൊടുക്കണം. പിന്നെ ഗ്ലൂക്കോസിന്റെ അതായത് C6H12O6 ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ഗ്രാം ആണ്? 180 ഗ്രാം. ക്ലിയർ ആയി? നമുക്ക് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഈക്വൽ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. മാസ് ഇൻ ഗ്രാം വാല്യൂ ക്വസ്റ്റ്യൻ തന്നു 360 ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു 180 ഗ്രാം. 360 ഡിവൈഡഡ് ബൈ 180 നമുക്ക് ആൻസർ എത്ര കിട്ടും? 2. അതായത് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2 ഗ്രാം മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 2. 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എത്രയാണ്? 2. ആ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എത്ര? 6.022 into 10⁻23. ക്ലിയർ ആയല്ലോ? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എത്ര? 2. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ എത്രയാണ്? 2. 2 into എന്ത് നമ്പർ? അവോഗാഡ്രോ നമ്പർ. 2 into 6.022 into 10⁻23. നമുക്ക് 2 into 6.022 നോക്കാം. 2 into 6.022. 2 into 6.022 എന്ന് പറയുന്നത് 12.044. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാലോ. 2 into 6.022 എന്ന് പറഞ്ഞാൽ 12.044 into 10⁻23. 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ വാല്യൂ 12.044 into 10⁻23 മോളിക്യൂൾസ്. ക്ലിയർ ആയി? 360 ഗ്രാം ഗ്ലൂക്കോസിനകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ 2 ആണെന്നും നമ്പർ ഓഫ് മോളിക്യൂൾസ്
മോളിക്യൂൾസിന്റെ എണ്ണം 12.044 into 10⁻23 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ ക്ലിയർ ആയി. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും. ഇതിനെ ബേസ് ചെയ്ത് നമുക്കിപ്പോ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. ചെയ്തിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തരണേ. നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഹോംവർക്ക് തരാവേ. ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് ആർ പ്രസന്റ് ഇൻ 34 ഗ്രാം അമോണിയ? അമോണിയയുടെ ഫോർമുല എന്താണ്? NH3. 34 ഗ്രാം അമോണിയക്കകത്തുള്ള ഹൗ മെനി ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? 34 ഗ്രാം അമോണിയക്കകത്തുള്ള നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ആ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് and also calculate the number of molecules present in it. Number of gram molecular massൽ നിന്ന് എന്തും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണവും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസിന്റെ വാല്യൂനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവോഗാഡ്രോ നമ്പർ ആയിട്ടുള്ള 6.022 into 10⁻23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഹോംവർക്ക് എല്ലാവരും ചെയ്യണം. അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരണം. ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. അതിന് പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണണം. അതുപോലെ തന്നെ ഈ ഹോംവർക്ക് ഒക്കെ എന്ത് ചെയ്യണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം. അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ.